ആനന്ദ് കൊച്ചുകൂടി 2019 റെയ്ഡ് നടന്നതാണ്. 2019 ആദായ നികുതി വകുപ്പ് ഇപ്പോൾ ഇന്ന് ഷോൺ ജോർജ് പറയുകയാണ് എന്ന് പറഞ്ഞാൽ NBFC ഉണ്ടല്ലോ, എംപവർ ഇന്ത്യയിൽ നിന്ന് എക്സാലോജിക്കിന് കിട്ടിയ വായ്പകളുടെ വിവരം കിട്ടാൻ ഷോൺ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ കർണാടക ഹൈക്കോടതിയിലേക്ക് പോയപ്പോഴേക്കും SFIയുടെ ഒക്കെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ എംപവർ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ രേഖകളടക്കം എല്ലാം കൃത്യമായ പണമുണ്ട്. അതടക്കം 2019 2020 കാലയളവിൽ തന്നെ അറിയാം. 2019 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമാണ്. സാധാരണഗതിയിൽ പുറത്തേക്ക് വരാനുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരേണ്ടതാണ്. പത്രവാർത്ത ജോമി തോമസിന്റെ ബൈലയം വരെ എന്തുകൊണ്ടാകാം അത് മണ്ണിനടിയിൽ കിടന്നത്? ആനന്ദ് കൊച്ചുകൂടി. അല്ല, ഇവിടെ ശ്രീ ഹസ്കർ തന്നെ അതിൻ്റെ കാരണങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ED അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 4-5 വർഷമായിട്ടും ഒന്നും പുറത്തേക്ക് വരാത്തത്? അത് ആ അന്വേഷണത്തിൻ്റെ കാര്യം എന്താണെന്ന് അദ്ദേഹം തന്നെ അതിശയിക്കുകയാണ്. ഇത് പൊതുജനം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ED അങ്ങനെ ഒരു കേസിൽ അടയിരിക്കുകയാണ്. ഇത്രയും വർഷങ്ങളായി, 5 വർഷം, 2019 ശേഷം ഇപ്പോൾ 2024 ലോക്സഭാ ഇലക്ഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഷോൺ ജോർജിന് കുറേ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ രേഖകൾ ബാംഗ്ലൂരിൽ ഈ എക്സാലോജിക്കിന് വേണ്ടി വീണ വിജയന് വേണ്ടി ഒരു ഹർജി ഫയൽ ചെയ്യ വഴി കർണാടക ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യ വഴി ഈ രേഖകൾ കുറേ പുറത്തു വരികയാണ്, മാധ്യമങ്ങൾക്കെല്ലാം കിട്ടുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഷോൺ ജോർജിൻ്റെയോ കുഴൽനാടിൻ്റെയോ ഒക്കെ കയ്യിലുണ്ടായിരുന്ന അവരെയൊക്കെ അന്വേഷിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച സാധനങ്ങളെല്ലാം ഈ വിധിയിൽ കൂടി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ED എന്തുകൊണ്ട്, നേരത്തെ ഇവിടെ S സുരേഷും പറയുന്നുണ്ടായിരുന്നു, ഇവിടെ EDയുടെ ഒരു കാര്യത്തിൽ അതിൻ്റെ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ BJPയുടെ തന്നെ മറ്റു പല നേതാക്കളോട് നമ്മൾ അൺഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നതാണ്. അവരുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കേരളത്തിൽ CPM അല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം ഇവിടെ UDF ദുർബലമാകും. UDF ദുർബലമാകുമ്പോൾ ആദ്യം പ്രതിപക്ഷ കക്ഷിയായിട്ട് വരിക, അതിനുശേഷം പിന്നെ CPMനെ ടേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ള ഒരു ബംഗാളിലെ പോലെയുള്ള, അല്ലെങ്കിൽ ബംഗാളിൽ തൃണമൂലിനെതിരെ എങ്ങനെയാണ് അവർ പ്രധാന പ്രതിപക്ഷ കക്ഷിയായത്, അതുപോലെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം BJP ഇവിടെ കളിക്കുന്നത്. മുരളീധരനെ പോലെയുള്ള നേതാക്കൾ അവർ എപ്പോഴും വലിയ പത്രസമ്മേളനങ്ങളൊക്കെ വിളിക്കുന്നതാണ്. പക്ഷേ ഹാഷ്മി പറഞ്ഞതുപോലെ ജോമി തോമസിൻ്റെ ഓഗസ്റ്റ് 8-നുള്ള ആ മനോരമയിലെ ആ വാർത്തയും ബൈലൈനും വരുന്നത് വരെ ഇവരാരും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. ഇത് അതിനും ശേഷം ഇപ്പോൾ ഈ കർണാടക ഹൈക്കോടതിയുടെ ഈ വിധി വരുന്നത് വരെ മറ്റ് പല കാര്യങ്ങളും ED അന്വേഷണം ഇതിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ED ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു എന്ന് പോലും ഇവർക്കാർക്കും അറിയില്ല. ഇതിന് കൃത്യമായിട്ടുള്ള ഇപ്പോൾ ഈ കർത്തയുടെ കമ്പനിയും മുഖ്യമന്ത്രിയും മാത്രമായിട്ടല്ല ഇവിടെ ക്വിഡ് പ്രോക്കോ നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അന്തർധാര ഇവിടെ പലതരത്തിൽ സജീവമാണ്. BJPയും CPMും തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ VD സതീശൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. കാരണം ഇതുവരെ ഇവിടെ മാധ്യമങ്ങളെല്ലാം പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് പ്രതിപക്ഷം, ഇവിടുത്തെ കേരളത്തിലെ UDF ഈ കാര്യത്തിൽ ഇടപെടാത്തത്, അല്ലെങ്കിൽ ഇതിൽ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് പോലും പറയുന്ന അങ്ങനെ പോലും ഒരാവശ്യം ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ്? കർത്തയുടെ ഡയറിയിൽ, അല്ലെങ്കിൽ ഈ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഇതിൽ OCയും RCയും അതിൽ നമുക്കറിയാത്ത കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ കോടതിയിൽ വന്ന SFIയുടെയും അതിന്റെ രേഖകൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇൻകം ടാക്സിന്റെ PCIT റിപ്പോർട്ട് പ്രകാരം ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്ക് എത്ര രൂപ കൊടുത്തു എന്നുള്ള വിവരം അവരുണ്ട്. അതങ്ങ് പുറത്തുവിട്ടാൽ മതി. അത് പൗരസമൂഹം അറിയട്ടെ എന്ന് അവർ തീരുമാനിച്ചാൽ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ എത്രയൊക്കെ രൂപ വാങ്ങുന്നത് കൃത്യമായി അറിയാം. അത് പുറത്തുവിടില്ല കേട്ടോ, അത് പുറത്തുവിടില്ല. അത് പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ, അല്ലെങ്കിൽ ഇവിടെ അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ ഈ വിവരങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അവർ പൊളിറ്റിക്കൽ സാങ്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ EDക്ക് പൊളിറ്റിക്കൽ സാങ്ഷൻ കിട്ടണം. അവർ ഇതുപോലെയുള്ള ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ, തമിഴ്നാട്ടിലെയും മറ്റ് പ്രമുഖ പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാ മന്ത്രിമാരെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ ഇവിടെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നോട്ടീസ് കൊടുക്കാനോ ഒക്കെ പറ്റുമെങ്കിൽ ഇവിടെ ലൈഫ് മിഷൻ കേസിൽ പോലും മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഇവിടെ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ തയ്യാറായിട്ടില്ല. ഇവിടെ വട്ടമിട്ട് പറക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ ഈ 2019 2021 ഒക്കെ ഇവിടെ സ്വർണ്ണക്കടത്ത് കേസായിരുന്നു വലിയ ചർച്ച. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, സ്വർണ്ണക്കടത്ത് കേസ് ചർച്ച ചെയ്യുന്നു. അപ്പോൾ സ്വപ്ന സുരേഷ് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അവരുടെ പുസ്തകത്തിൽ. ഇപ്പോൾ ഹാഷ്മി ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അഭിമാന പ്രശ്നമൊന്നുമില്ലേ, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചിട്ട് അദ്ദേഹം മാനനഷ്ട കേസ് കൊടുക്കാത്തത്? സ്വപ്ന സുരേഷ് എന്തൊക്കെയാണ് അന്ന് വിളിച്ചു പറഞ്ഞത്?
അതൊരു വ്യക്തിയാണെന്ന് പറയാം. അന്ന് എന്താണ് പിന്നീട് അതെ, പക്ഷേ ഗോഡ്സെ ആരാധകനായ ഒരു വക്കീലുണ്ട്, ആ വക്കീൽ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാം. രാഷ്ട്രീയമാണെന്ന് പറയും. ഇത് രാഷ്ട്രീയമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ഇത് ഒരു അംഗീകൃത അന്വേഷണ ഏജൻസി, ക്വാസി ജുഡീഷ്യൽ ബോഡി എഴുതി വെച്ചിരിക്കുന്ന കണ്ടെത്തലാണ്. ഇത് കണ്ടെത്തലാണ്, ഇതിന് തെളിവുണ്ട്, ഇത് നിയമപരമായി നിലനിൽക്കുന്നതാണ്. ഇതിന് കൃത്യമായിട്ട് വേണമെങ്കിൽ ഇവിടെ അറസ്റ്റുകൾ നടക്കാം. ഇവിടെ മുഖ്യമന്ത്രിക്ക് ഈ കസേരയിൽ ഇരിക്കാൻ ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല. ഇതിലുള്ള ക്വിഡ് പ്രോക്കോ എന്താണ് തിരിച്ചു കൊടുത്തത്? തോട്ടപ്പള്ളിയിൽ കോടിക്കണക്കിന് ഇലുമിനേറ്റ് കർത്തയുടെ കമ്പനിക്ക് കിട്ടിയെന്ന് വരെയുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷവും ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി രാജിവെക്കാതെ അവിടെ ഇരിക്കുകയാണ്. UDF ഇന്ന് സതീശൻ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ജനകീയ ഒരു പ്രതിരോധം ഇവിടെ ഇല്ലാതാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളൊക്കെ സംശയിക്കേണ്ടതാണ്. കാരണം ഇവിടെ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ പോരല്ലോ. ഇവിടെ വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി അഴിമതി നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനി വഴി കർത്തയുടെ കമ്പനിക്ക് മാത്രമല്ല മറ്റ് പല ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിനും അദ്ദേഹം എന്തൊക്കെയോ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവരൊക്കെ എന്തിനാണ് ഈ വീണ വിജയന്റെ കമ്പനിക്ക് മാത്രം സേവനമൊന്നും ചെയ്യാതെ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കർത്തയുടെ കമ്പനിക്ക് സേവനമൊന്നും കൊടുത്തിട്ടില്ല എന്ന് തെളിഞ്ഞു. പക്ഷെ അപ്പോഴും മറ്റ് കമ്പനികൾക്ക് എന്തെങ്കിലും സേവനം ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നുകൂടി വ്യക്തമാകണം. നികുതി ഇളവില്ല എന്ന് പറഞ്ഞാൽ മതി, അത് വ്യക്തമാകും. അത് പക്ഷെ പറയണോ? അത് 2012 എത്രാണ് 77 കോടിയുടെ പടുകുഴിയിൽ കിടന്ന CMRL 2022 ആകുമ്പോഴേക്കും 140 ചില്ലുവാനം കോടിയിലേക്ക് റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന ഒരു ലാഭക്കഥ കൂടി എന്ന് ഷോൺ പറയുന്നു.